ഗാസയിൽ ഓരോ 45 മിനിറ്റിലും ഒരു കുട്ടി വീതം ഇസ്രായേൽ കൊല്ലപ്പെടുത്തുന്നു എന്നതാണ് അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് കഴിഞ്ഞ 535 ദിവസത്തിനുള്ളിൽ പ്രതിദിനം ശരാശരി 30 കുട്ടികൾ കൊല്ലപ്പെടുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ കുറഞ്ഞത് 17,400 കുട്ടികളെ കൊന്നിട്ടുണ്ട്. അതിൽ 15,600 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും പലരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ മിക്കവരും മരിച്ചതായും കരുതപ്പെടുന്നുണ്ട്. അതിജീവിച്ച കുട്ടികളിൽ പലരും ഒന്നിലധികം യുദ്ധങ്ങളുടെ ആഘാതം സഹിച്ചവരാണ്. അവരെല്ലാം ഇസ്രായേലി ഉപരോധത്തിന്റെ അടിച്ചമർത്തൽ നിഴലിൽ ജീവിതം ചെലവഴിച്ചു പോരുന്നു. ജനനം മുതൽ അവരുടെ നിലനിൽപ്പിന്റെ എല്ലാ വശങ്ങളെയും യുദ്ധം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഗാസയുടെ ഭാവിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ ഇതുവരെ ഇല്ലാതാക്കിയത് ഒരു വയസ്സ് തികയാത്ത 825 കുഞ്ഞുങ്ങളെയാണ്. ഒരു വയസ്സുള്ള 895 കുട്ടികൾ, 2 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള പ്രീ സ്കൂൾ കുട്ടികളായിരിക്കെ മരിച്ച 3266 പേർ, 6 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള 4032 പേർ, 11നും 14നും ഇടയിൽ പ്രായമുള്ള 3646 പേർ എന്നിവരും സ്വാതന്ത്ര്യത്തെയും ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടാത്ത ഭാവിയെയും കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് അഭയം കണ്ടെത്താൻ പാഞ്ഞു നടന്ന 15നും 17നും ഇടയിൽ പ്രായമുള്ള 2949 പേരും യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരാണ്. ഇതിൽ 8899 പേർ ആൺകുട്ടികളും 6714 പേർ പെൺകുട്ടികളുമാണ് എന്നാണ് കണക്കുകൾ.